ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ പിഗ്മെന്റേഷൻ, ടാൻ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം ഇത് നമ്മൾ 3 സ്റ്റെപ്സിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്ക്രബ്, സെക്കൻഡ് പാക്ക്, തേർഡ് നമ്മളൊരു മോയ്സ്ചറൈസർ. തേർഡ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഫേസിലോട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബോഡിയിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബോഡി ലോഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താലും മതി. അപ്പം ബാക്കിയുള്ള 2 സ്റ്റെപ്സിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട്. ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർ ഇത് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത് എത്ര ദിവസമാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് സ്മൂത്ത് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എന്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പലരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും റെസ്പോണ്ട് ഇല്ല. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്ന സ്ക്രബിങ്ങിനായിട്ടുള്ളതാണ് 1 ടേബിൾ സ്പൂൺ കടലമാവ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ നമുക്ക് 2-3 ഡ്രോപ്സ് നാരങ്ങയുടെ നീര് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ മാത്രം ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. ഒരുപാട് ഇട്ടങ്ങ് നമ്മൾ റബ്ബ് ചെയ്യണ്ട, ചെറിയ രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്യുക. ഇത് നിങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ആവാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നും ഒക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടാനും സ്കിൻ ഇൻസ്റ്റന്റ്ലി ഒരു ബ്രൈറ്റനിങ് കിട്ടാനും നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളിത് നിങ്ങൾക്ക് അണ്ടർആമിലും അതുപോലെ ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ബോഡിയിലൊക്കെ ടാനും അതുപോലെ തന്നെ ഈ പിഗ്മെന്റേഷനും ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഐയുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ മാത്രം നമ്മൾ ഒഴികെ ബാക്കിയുള്ളിടത്തൊക്കെ സ്ക്രബ് ചെയ്യും. ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് അതുപോലെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടും നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാവരും ഒന്ന് പാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. നെക്സ്റ്റ് പാക്കിന് വേണ്ടി പൊട്ടറ്റോ ജ്യൂസ് 1 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ അലോവേറ ജെല്ല് 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ശകലം മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. പൊട്ടറ്റോ ജ്യൂസ് പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഇത് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അലോവേറ നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫേസിലും നെക്കിലും നമുക്ക് ബോഡിയിലോ എവിടെയാണോ നമുക്ക് പിഗ്മെന്റേഷൻ ടാനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്യാം. നെക്കിലും അണ്ടർആമിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 15-20 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്ക് കുഴപ്പമില്ല ഇത് യൂസ് ചെയ്യുന്നതിന്. പിന്നെ ലെമൺ ഒരു 2 ഡ്രോപ്സ് ഓയിലി സ്കിന്നുകാർക്ക് ഒഴിക്കും. തൈര് വളരെ കുറച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലെമൺ അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ ഹണി ചേർത്തിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യുക. കോമ്പിനേഷൻ സ്കിന്നുകാർക്കും കുഴപ്പമില്ല. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്താൽ മതി. സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്യാം. അതുപോലെ അടുപ്പിച്ച് ചെയ്യാതിരിക്കുക. പിന്നെ പാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുള്ള പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.